യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഞാൻ മണ്ണാർക്കാട് പെരുമ്പടാരി പള്ളിയിലാണ് എൻ്റെ ചെറുപ്പകാലം പിന്നിട്ടത്. മണ്ണാർക്കാട് പെരുമ്പടാരി പള്ളിയിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ എല്ലാ വർഷവും ഉൽപ്പന്ന പിരിവിന് പോവുക എൻ്റെ ഒരു പതിവാണ്. ഒക്ടോബർ മാസം ആയാൽ അന്ന് മിഷൻ സൺഡേക്ക് വേണ്ടി എല്ലാ വീടുകളിലേക്കും ഉൽപ്പന്ന പിരിവിന് പോകും. അങ്ങനെ ഉൽപ്പന്ന പിരിവിന് ആ ദേശത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു ചേട്ടൻ്റെ വീടാണ്. ആ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ധാരാളം തേങ്ങ കൂട്ടിയിട്ടുണ്ട്, ധാരാളം ചേന പറിച്ചു കൂട്ടിയിട്ടുണ്ട്, ധാരാളം നെല്ല് കൊയ്ത് കൂട്ടിയിട്ടുണ്ട്, ധാരാളം മത്തങ്ങകൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ ആ ചേട്ടൻ്റെ വീടിൻ്റെ പരിസരങ്ങളിൽ ഞാൻ കണ്ടു. റബ്ബർ ഷീറ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ കുട്ടികളാണ് ഉൽപ്പന്ന പിരിവിന് പോയിരിക്കുന്നത്, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളാണ് ഉൽപ്പന്ന പിരിവിന് പോയിരിക്കുന്നത്. ഞാനാണ് എൻ്റെ ലീഡർ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ഞാൻ പറഞ്ഞു, ചേട്ടന് ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ടല്ലോ. ഒത്തിരി ഷീറ്റുണ്ട്, ഒത്തിരി ചേനയുണ്ട്, ഒത്തിരി ചൊരങ്ങയുണ്ട്, ഒത്തിരി കപ്പളങ്ങയുണ്ട്, ഒത്തിരി കുമ്പളങ്ങയുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞു. ചേട്ടൻ എന്നെ സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനെല്ലാം നോക്കി. സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനെല്ലാം ചേട്ടൻ നോക്കിയിട്ട് ചേട്ടൻ പറഞ്ഞു, ശരി, ധാരാളം ചേനയും ധാരാളം തേങ്ങയും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു, അത് തിന്നാനുള്ള മക്കളും എൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ആ ധനികനായ പിശുക്കൻ ചേട്ടൻ ഒരു ചേന പോലും പള്ളിക്ക് തന്നില്ല. എന്നാൽ 2 കപ്പളങ്ങെങ്കിലും അയാൾക്ക് പറിച്ചു തരാറുന്നു, അതും തന്നില്ല. എന്താ പറഞ്ഞത്? ധാരാളം ചേനയും ധാരാളം തേങ്ങയും ധാരാളം ഷീറ്റും ഒക്കെ എൻ്റെ വീട്ടിലുണ്ട്, അത് തിന്നാൻ എനിക്ക് മക്കളും ഉണ്ട്. നമ്മൾ പിന്നെന്താ പറയുക, കുട്ടികളാണ്, സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ പറഞ്ഞു, ശരി ചേട്ടാ, പള്ളിയിൽ നിന്ന് വന്നിരിക്കുകയാണ്, എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ആ ചേട്ടൻ പള്ളീനെ കുറെ കുറ്റം പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളങ്ങനെ പോയി, അടുത്ത വീട്ടിൽ പോയി. അങ്ങനെ സൺഡേ സ്കൂളിൻ്റെ മിഷൻ പിരിവ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ്, ആ വർഷം ചെയ്തു പോയി. എന്തായാലും എനിക്ക് ഈ ചേട്ടൻ പറഞ്ഞ കമൻ്റ് എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഞാനിങ്ങനെ നിലവിലെ നിവാസികളെ കുറിച്ച് യോന നോക്കിയിരുന്നത് പോലെ ഞാൻ നോക്കിയിരിക്കുകയാണ്. 10ാം ക്ലാസ്സിലാണ് സംഭവിക്കുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ സെമിനാരിൽ ചേർന്നു. അങ്ങനെ തിയോളജി, ഫിലോസഫി, വർഷങ്ങൾ നീണ്ടു. ഞാൻ ഓരോ വെക്കേഷനും നാട്ടിൽ വരുമ്പോൾ ഞാനിങ്ങനെ ആ കുടുംബത്തെക്കുറിച്ച്, എല്ലാ കുടുംബങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സത്യം ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം. ഞാൻ അന്ന് സൺഡേ സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് പോയപ്പോൾ വെറും ഗോതമ്പ് കൊണ്ട് മാത്രം, എന്ന് പറഞ്ഞാൽ അന്ന് അമേരിക്കൻ മാവ് എന്തോ ഈ ഒരു പ്രത്യേക വെറും ഗോതമ്പ് കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, പട്ടിണി കൊണ്ട് മൂത്തിട്ട്. അവരൊക്കെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് കേട്ടാൽ ഭയങ്കരമായിട്ട് സ്വീകരിക്കും. കുട്ടികളാണെങ്കിലും ശരി, ദൈവത്തിൻ്റെ ആളുകളെ പോലെ സ്വീകരിക്കും. എന്നിട്ട് അവർക്കുള്ളതിൻ്റെ ചിലവ് എടുത്തു തരും. ചിലപ്പോൾ 2 കപ്പക്കിഴങ്ങായിരിക്കും തരണത്. ഒരു വീട്ടിൽ നിന്ന് 2 കപ്പക്കിഴങ്ങെന്ന് പറഞ്ഞു, അവർക്കുള്ളതിൻ്റെ അവർ തന്നു. ഭയങ്കരമായിട്ട് ദൈവത്തെ പോലെ സ്വീകരിച്ച് ആ കുട്ടികൾക്ക് അവരുള്ളതിൻ്റെ ഒരു ഭാഗം കൊടുത്തുവിടും, കപ്പക്കിഴങ്ങോ കപ്പളങ്ങയോ ഒക്കെ കൊടുത്തുവിടും. എന്നാൽ ഈ ചേട്ടൻ അത് ചെയ്യില്ല. അന്ന് വെറും ഗോതമ്പ് മാവ് കൊണ്ടും കപ്പളങ്ങ കൊണ്ടൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ ഇന്ന് ധാരാളം സമ്പത്ത് കൊണ്ട് നിറഞ്ഞ് ആ നാട്ടിലെ കുട്ടി രാജാക്കന്മാരെ വിലസുകയാണ്. അപ്പൊ അന്നത്തെ രാജാവ് ഞാൻ എവിടെയെന്ന് അന്വേഷിച്ച് നോക്കി, ആ പ്രദേശത്ത് പൊടി പോലും കാണാനില്ല. ഞാനൊരു ഫിലോസഫി തിയോളജി പഠിക്കുന്ന കാലത്ത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇദ്ദേഹം വളരെ ദയനീയമായി വിഷമിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നോക്കിയപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഓരോ തരത്തിലുള്ള പ്രത്യേക സ്വഭാവം. അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണുള്ളത്. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞ്, എൻ്റെ കുട്ടിക്ക് എവിടെ കൊണ്ടുപോയിട്ട് ഒരു സമാധാനം കിട്ടണില്ല. ഞാൻ ചോദിച്ചു, എന്താ? അപ്പം ഞാൻ തിയോളജി ആയി. ഞാൻ എന്താ വിഷയം എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് ഒരു പ്രത്യേക രോഗം, അത് ഓട്ടും പുറത്ത് കൂടെ നടക്കുകയുള്ളൂ. ഇങ്ങനെ ഈ തവള നടക്കണ പോലെ ഭിത്തിയെ കൂടെ കയറുക, ഓട്ടും പുറത്ത് കൂടെ നടക്കുക. എന്താ സ്ഥിതി? എന്ത് രോഗം? ഞാൻ ഇതുവരെ വേറെ ഒരൊറ്റ വീട്ടിലത് കണ്ടിട്ടില്ല. അത് ഭിത്തി കണ്ടങ്ങനെ പിടിച്ച് കയറാൻ നോക്കും, ഓടിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ മാന്തി നടക്കും, ഇങ്ങനെ ചാടി നടക്കുക. അതിനെ ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കി. കുറച്ച് നാൾ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് നോക്കാൻ പറഞ്ഞ് സിസ്റ്റേഴ്സിനൊക്കെ ചുമതലപ്പെടുത്തി. പക്ഷേ സിസ്റ്റേഴ്സിന് ഇതിനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വേഗം ചേട്ടനെ വിളിച്ച്, ചേട്ടത്തിയെ ഓടി വാന്ന് പറഞ്ഞിട്ട് കയ്യോടെ കൊടുത്തയച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്ഥലത്തും കാണാത്ത തരത്തിലുള്ള ചില പ്രത്യേക പ്രതിഭാസങ്ങൾ ഞാൻ ആ ഭവനത്തിൽ കാണുകയാണ്. എന്താ അതിൻ്റെ കാരണം എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും കർത്താവിൻ്റെ
ദശാംശത്തെക്കുറിച്ച് പുച്ഛിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് എനിക്കറിയാം. ആ നാട്ടിൽ മറ്റുള്ളവരെല്ലാം നല്ല റോഡും നല്ല കാറും നല്ല വീടും നല്ല കറണ്ടും നല്ല ഫോണൊക്കെ വന്ന് നല്ല അനുഗ്രഹത്തിൽ ജീവിക്കുമ്പോൾ ഇന്ന് ആ നാട്ടിൻ്റെ സമൃദ്ധി അനുഭവിക്കാൻ അദ്ദേഹം ആ നാട്ടിലില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ കരങ്ങളുടെ ബലവും എൻ്റെ സാമർഥ്യവുമാണ് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് നിന്റെ ഹൃദയത്തിൽ നീ പറയരുത്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 17-ാം വാക്യം, ഇത് എൻ്റെ കരങ്ങൾ കൊണ്ടുണ്ടാക്കിയ കൃഷി ഉൽപ്പന്നങ്ങളാണെന്ന് നീ പറയരുത്. ഇത് ഞാൻ നോക്കിയുണ്ടാക്കിയ റബ്ബറാണെന്ന് പറയരുത്. ഇത് എൻ്റെ കഴിവുകൊണ്ട് വളർത്തിയ ബിസിനസ് ആണെന്ന് പറയരുത്. എൻ്റെ കരങ്ങളുടെ ബലവും എൻ്റെ സാമർഥ്യവും കൊണ്ട് നേടിയതാണ് ഈ സമ്പത്ത് എന്ന് നീ പറയരുത്. നിന്റെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അനുസ്മരിച്ച് സമ്പത്ത് നേടാൻ ഇന്നും ശക്തി നൽകുന്നത് അവിടുന്നാണ് എന്ന് നീ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്തുണ്ടാകുമ്പോൾ, വാഹനം ഉണ്ടാകുമ്പോൾ, ജോലി ഉണ്ടാകുമ്പോൾ, ശമ്പളം ഉണ്ടാകുമ്പോൾ, കൃഷികളൊക്കെ നന്നായിട്ട് വരുമ്പോൾ, വാഴക്കൊലകൾ ഉണ്ടാകുമ്പോൾ, വളർത്തുമൃഗങ്ങളെല്ലാം കൂട്ടിൽ നന്നായിട്ട് നിൽക്കുമ്പോൾ, അതൊക്കെ നമ്മുടെ നോട്ടവാശി കൊണ്ടാണ് എല്ലാം അങ്ങനെ നിൽക്കണമെന്ന് വിചാരിക്കരുത്. ദൈവം എൻ്റെ ദൈവമാണ്, എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരുന്നത് എന്നതിന്റെ പ്രതീകമാണ് 10-ൽ 1 ഭാഗം ദൈവത്തിനുണ്ട് കൊടുക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 22-ാം വാക്യം, അവിടുന്ന് എനിക്ക് തരുന്നതിനെല്ലാം 10-ൽ 1 ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കും. കാരണം എൻ്റെ ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരുന്നത് എൻ്റെ ദൈവമാണെന്ന് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ദൈവം തരുന്നതിനെല്ലാം 10-ൽ 1 ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പൂർവ്വപിതാവായ യാക്കോബ് പ്രഖ്യാപിക്കുന്നത് നാം കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്ന് ദശാംശം സമർപ്പിക്കുമ്പോൾ നാം നാട്ടിലും ദൈവജനത്തിന് മുമ്പിലും സ്വർഗത്തിന് മുമ്പിലും പിശാചിന് മുമ്പിലും ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. എൻ്റെ കഴിവുകൊണ്ടല്ല ഈ സമ്പത്ത്, എൻ്റെ കഴിവുകൊണ്ടല്ല ഈ ജോലി, എൻ്റെ കഴിവുകൊണ്ടല്ല എൻ്റെ കുടുംബം നടന്നു പോകുന്നത്. എൻ്റെ ദൈവമാണ് പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അനുസരിച്ച് എൻ്റെ ദൈവമാണ് എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരുന്നത് എന്നതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് 10-ൽ 1 കർത്താവിൻ്റെ ആലയത്തിൽ ദശാംശം കൊടുക്കുമ്പോൾ ഞാനും ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ കാണുന്നത് കൊറിന്തോസുകാർ എഴുതിയ ലേഖനത്തിലാണ്. 2 കൊറിന്തോസ് 9-ാം അധ്യായം 6-ാമത്തെ തിരുലിഖിതം. സത്യം ഇതാണ്, സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഇതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിള്. സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ആ ഗാന്ധിപുരത്തെ ചേട്ടൻ പറഞ്ഞു, ഞാൻ ആദ്യം 50 രൂപ എടുത്തു. ആ 50 രൂപ കൊടുക്കാൻ വേണ്ടി അച്ഛൻ്റെ അതിക്ക് എത്തിയപ്പോഴേക്കും മനസ്സിൽ പറഞ്ഞു, ദൈവത്തിന് കൊടുക്കുമ്പോൾ ചെറുതാണ് കൊടുക്കുന്നത്, വലുത് അവിടെ ഇല്ലെന്ന് ചോദിച്ചു. ഉടനെ 50 രൂപ പോക്കറ്റിട്ട് 100 രൂപ എടുത്ത് അച്ഛന് കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞു, ദൈവം മറ്റൊരു വ്യക്തി അയച്ചു. ആ വ്യക്തി 50-ന്റെ ഒരു കെട്ടങ്ങട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, അത് എന്നൊക്കെ പറഞ്ഞെടുത്ത് ബാഗിൽ വെച്ചു. 100-ന്റെ ഒരു കെട്ടങ്ങെടുത്ത് കൊടുത്തു. നോക്ക്, ഒരു നോട്ട് ആദ്യം കൊടുത്തപ്പോൾ തിരിച്ചു കിട്ടുന്നത് ഒരു കെട്ടായിട്ടാണ് തിരിച്ചു കിട്ടുന്നത്. അതാണ് 2 കൊറിന്തോസ് 9-ാം അധ്യായം 6-ാം വാക്യം പഠിപ്പിക്കുന്നത്. സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവനാകട്ടെ ധാരാളം കൊയ്യും. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്സത്തോടെയോ നിർബന്ധത്തിന് വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അച്ഛൻ പറഞ്ഞതല്ലേ, ഒരു മുടിഞ്ഞ അച്ഛൻ, ഈ അച്ഛൻ വന്നിട്ട് എപ്പോഴും പിരിവ് തന്നെ, പിരിവ് പിരിവ്, ഇങ്ങനെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് കൊടുക്കരുത്. നേർച്ചയിടുമ്പോൾ വിറച്ച് നേർച്ചയിടരുത്. കൈവിരലും വലിഞ്ഞു മുറുകിക്കൊണ്ട് പൈസ ഇടരുത്. കൊടുക്കുമ്പം അത്തിനത് നൽകിയതുപോലെ സന്തോഷിച്ച് ഇനിയും തരൂ എന്ന് പറഞ്ഞ് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ കാണുന്നത് പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 8 മുതലുള്ള തിരുലിഖിതങ്ങളിലാണ്. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 8 മുതലുള്ള തിരുലിഖിതങ്ങൾ. നീ കർത്താവിനെ മനസ്സ് തുറന്ന് മഹത്വപ്പെടുത്തണം. നീ കർത്താവിനെ മനസ്സ് തുറന്ന് മഹത്വപ്പെടുത്തണം. ഇറുകിയ കൈകളുമായിട്ട് നീ ഒന്നും ചെയ്യരുത്. മനസ്സില്ലാ മനസ്സോടെ നീ ഒന്നും ചെയ്യരുത്. ആ മുടിഞ്ഞ അച്ഛൻ എന്ന് പറഞ്ഞ് നീ ചെയ്യരുത്. പ്രാഗിക്കൊണ്ട് നീ ഇത് ചെയ്യരുത്. നീ നല്ല സന്തോഷത്തോടെ മനസ്സ് തുറന്ന് നീ കർത്താവിനെ മഹത്വപ്പെടുത്തണം. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ നീ ലുപ്ത് കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അത് നീ തിരികെ കൊടുക്കുക.
കഴിവിനൊത്ത് ഉദാരമായി ദൈവം തരുന്നവനാണ്. അവിടുന്ന് 7 ഇരട്ടിയായി തിരികെ തരും. അപ്പോൾ നമ്മൾ ദശാംശം കൊടുക്കുമ്പോൾ നമ്മുടെ തന്നെ അഭിഷേകം, സാമ്പത്തിക അടിത്തറ വർദ്ധിപ്പിക്കുക, വിപുലമാക്കുകയാണ് ചെയ്യുന്നത്. നീ മനസ്സ് തുറന്ന് അത്യുന്നതം നൽകിയതുപോലെ സന്തോഷത്തോടെ ദൈവത്തിന് ദശാംശം അർപ്പിച്ചാൽ ബൈബിൾ പഠിപ്പിക്കുകയാണ്, അത്യുന്നതം നൽകിയതുപോലെ നീ അവിടത്തേക്ക് കൊടുക്കുക, കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്, അവിടുന്ന് 7 ഇരട്ടിയായി തിരികെ തരും. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്, അവിടുന്ന് 7 ഇരട്ടിയായി തിരികെ തരും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന് ആദ്യഫലം സമർപ്പിക്കുന്നതും കർത്താവിന് ദശാംശം കൊടുക്കുന്നതും ഒരു നിസ്സാര കാര്യമല്ല. എന്റെയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ തിരിച്ചുവിടുന്ന നിർണായകമായ ഒരു തീരുമാനമാണ് എങ്ങനെ ഞാനും നിങ്ങളും സമ്പത്ത് കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ഇവിടെ സജീവൻ ധ്യാനകേന്ദ്രം ആദ്യ കാലഘട്ടത്തിൽ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല, വെറും അച്ചാർ കൊണ്ട് കഴിയുന്നു. അങ്ങനെ ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷയ്ക്ക് വന്നാൽ ടീയെ കൊടുക്കാൻ നിവൃത്തിയില്ല. 200 രൂപ 100 രൂപ ഒക്കെയാണ് ടീയെ കൊടുത്തു വിടുന്നത്. ഞാനവിടെ കണ്ട് പണ്ട് ഒരു ശുശ്രൂഷകൻ വന്നു, അന്ന് ടീയെ കൊടുക്കാൻ നിവൃത്തിയില്ല, അപ്പം 100 രൂപ ടീയെ കൊടുത്തു വിട്ടു. മൂവാറ്റുപുഴയിൽ നിന്ന് അങ്ങ് കുറേ ദൂരത്തു നിന്നാണ് ശുശ്രൂഷകൻ വന്നത്. 100 രൂപ 150 രൂപ ഉണ്ടായിരുന്നതെല്ലാം കൊടുത്തു വിട്ടു. ആ ശുശ്രൂഷകൻ അവിടെ ചെന്നതിന് ശേഷം ഫോൺ വിളിച്ച് പറഞ്ഞു, ഒരു കല്ലുവെട്ടുകാരന് പോലും 100, 300, 400 രൂപ കൊടുക്കും, എന്നിട്ട് ഇത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് വണ്ടിക്കൂലിക്ക് പോലും തികഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഫോണിൽ കൂടെ എന്നെ ഷൗട്ട് ചെയ്ത്. ഞാൻ പിന്നെ തിരിച്ചൊന്നും പറഞ്ഞില്ല, കാരണം നമ്മളെന്താ പറയണത്, നമ്മൾ കൊടുക്കേണ്ടതാണ് എനിക്കറിയാം, ഇല്ലാതെ എന്ത് ചെയ്യും. അപ്പോൾ ഞാനത് ഫോണിൽ കൂടെ കേട്ടുകൊണ്ട് നിന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അങ്ങനെ നല്ല ഞെരുക്കത്തിൻ്റെ കാലം. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഈ ഞെരുക്കത്തിന് നടുവിൽ ഇങ്ങനെ ഈ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ഇങ്ങനെ ഞെരുങ്ങാൻ എന്താ കാരണം? അപ്പം കർത്താവ് പറഞ്ഞു, നീ ദശാംശം കൊടുക്കണം. അന്ന് വരെ എൻ്റെ ധാരണ നമ്മൾ ധ്യാനകേന്ദ്രത്തിലുള്ളവർ ദശാംശം കൊടുക്കേണ്ട ആവശ്യമില്ല, ദശാംശം തരുന്നത് മേടിച്ച് അത് ശുശ്രൂഷയാക്കി ചെലവഴിക്കാൻ മതി എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ കർത്താവ് പറഞ്ഞു, അങ്ങനെയല്ല, ദശാംശം കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കാര്യമായിട്ട് ദശാംശം കൊടുക്കുക ഇല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ കാര്യമായിട്ട് എടുത്തില്ല. എന്തായാലും ശരി, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഞെരുങ്ങുന്ന ഒരു സാഹചര്യം ഒരു കുടുംബത്തെ കണ്ടു. ആ കുടുംബം വളരെ ഞെരുക്കത്തിരിക്കുകയാണ്. ആ ഞെരുക്കത്തിരിക്കുന്ന കുടുംബത്തെ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി. ആ തോന്നൽ ഇതാണ്, ഇദ്ദേഹത്തിന് അങ്ങോട്ട് കൊടുത്താലോ. ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ വീട് ഒന്ന് മൊത്തം ഇതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണല്ലോ. ചേട്ടൻ പറഞ്ഞു, അച്ഛാ നിവൃത്തിയില്ല, അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ചേട്ടൻ പറഞ്ഞു, ഒരു 50,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇവിടെ വന്നു, ഞാൻ എല്ലാം തപ്പിപ്പറക്കി കംപ്ലീറ്റ് അരിച്ച് പറിക്കുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അവരോടൊക്കെ പറഞ്ഞ് ഒരു 50,000 രൂപ സംഘടിപ്പിച്ച് ഞാൻ ചേട്ടനെ വിളിച്ചിട്ട്, ചേട്ടൻ ഇത് കൊണ്ടുപോക്കോ, ഇത് കൊണ്ടുപോയിട്ട് വീടൊക്കെ നേരെയാക്കാൻ പറഞ്ഞു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാതിരിക്കുന്ന സമയത്താണ് ആ ചേട്ടൻ ഞെരുങ്ങണത് കണ്ട്. അപ്പോൾ എനിക്ക് പരമാവധി എല്ലാം വലിച്ചു വാരി 50,000 രൂപ കൊടുത്തു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പട്ടിണിയായി, അതുപോലെ ആയി. എന്തിനു പറയണം, ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് 5 ലക്ഷം റുപ്യയാണ് അച്ഛൻ, ഇവിടെ നല്ല ഞെരുക്കമുണ്ടെന്നാണ് തോന്നണത്, അച്ഛന് നല്ല ബുദ്ധിമുട്ടുണ്ടെന്നാണ് തോന്നണത്, അച്ഛൻ ഒരു കാര്യം ചെയ്യും, ഇത് അച്ഛൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആ പൊട്ടിപ്പൊളിഞ്ഞ കിടക്കണൊക്കെ ഒന്ന് ശരിയാക്കുന്ന പറഞ്ഞ് 5 ലക്ഷം റുപ്യ ശുശ്രൂഷയ്ക്ക് കൊടുത്തിട്ട് പോയി. അപ്പോൾ നോക്ക്, ഇല്ലായ്മ നമുക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. എന്നാൽ ആ ഇല്ലായ്മയുടെ നടുവിൽ ഉള്ളതിൻ്റെ അടുത്ത് അത് എല്ലാവരും ദശാംശം, പള്ളി ദശാംശം കൊടുക്കണം, കോൺവെന്റ് ദശാംശം കൊടുക്കണം, ധ്യാനകേന്ദ്ര ദശാംശം കൊടുക്കണം, വീട്ടുകാരെ ഇത് സകലർക്കുള്ള കൽപ്പനയാണത്, സകലർക്കുള്ള കൽപ്പനയാണത്. പ്രൈസ് ദി ലോർഡ്. അല്ല, ഇന്ന ആളുകൾ അൽമാർക്ക് മാത്രമുള്ള കൽപ്പന ഞാൻ കാണുന്നില്ല. ഞാൻ ആദ്യം ചിന്തിച്ച് ധ്യാനകേന്ദ്രത്തിന് ഇത് ബാധകമല്ലായിരിക്കും എന്ന് ചിന്തിച്ച്, എല്ലാവർക്കും ഇത് ബാധകമാണ്. കാരണം ഇത് കൊടുത്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമുക്കും ബാധകമാണെന്ന്. കൊടുക്കാൻ തുടങ്ങിയ പിന്നെയാണ്, പ്രത്യേകിച്ച് ദശാംശം നോക്കി കൊടുക്കാൻ തുടങ്ങിയ പിന്നെയാണ് കർത്താവ് ഒരുപാട് ആളുകളെ അയച്ച് ഓരോ ശുശ്രൂഷയ്ക്കുള്ള അഭിഷേകങ്ങൾ തുറന്നതും ഓരോ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ഷെഡുകളും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ കർത്താവ് ഇവിടെ വന്ന് പണിയാൻ തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് മറ്റൊരു ഗ്രൂപ്പ് ഈ സഖ്യവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് കർത്താവ് കൂടെ സന്ദേശം എങ്ങനെയാണ്, ഓരോ സ്ഥലത്ത് നിന്ന് കർത്താവ് നിന്ന് നേരിട്ട് പണിയിപ്പിക്കുന്ന രംഗമാണ് അവർ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത്. പില്ലറിടുമ്പം, മേൽക്കൂര മേയുമ്പം, അത് ചെയ്യുമ്പം, ഇത് ചെയ്യുമ്പം, അടുക്കള പണി, എല്ലാത്തിനും കർത്താവ് നേരിട്ട് നിന്ന് പണിയിപ്പിക്കുന്ന കാഴ്ചയാണ് അവർ പ്രാർത്ഥിക്കുമ്പോൾ. അവർ ചോദിച്ചു, അച്ഛാ ഇതെന്താ, ഞങ്ങൾ വേറൊരു സ്ഥലത്തും കണ്ടല്ലോ, കർത്താവ് നേരിട്ട് നിന്ന് പണിയിപ്പിക്കുക, സൂപ്പർവൈസർ അല്ല, കർത്താവ് നിന്നാണ് പണിയിപ്പിക്കണമെന്നാണ് അവർ പറഞ്ഞത്.
ഞാൻ പറഞ്ഞു അതിനൊരു കാരണമുണ്ട്, ഞങ്ങള് ദശാംശം കൊടുക്കുന്നവരാണ്. ഹല്ലേലൂയ. എല്ലാവരും പള്ളിക്കാർ ദശാംശം കൊടുക്കണം, കോൺവെന്റ് ദശാംശം കൊടുക്കണം, കുടുംബങ്ങൾ ദശാംശം കൊടുക്കണം, യുവതി യുവാക്കന്മാരെ ദശാംശം. നിങ്ങൾക്ക് വരുമാനം ഉണ്ടോ? കൊടുത്തേ മതിയാവൂ. പ്രൈസ് ദി ലോർഡ്. തീരെ ചെറിയ കുട്ടികള് മാതാപിതാക്കന്മാരിന്ന് മേടിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കൊടുക്കണം. ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. കർത്താവ് വിശുദ്ധ നൽകിയിരിക്കുന്ന മറ്റൊരു രാജകീയ പാത ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: കൊടുക്കുക കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങളുടെ മടിയിലിട്ട് തരും. ലൂക്ക 6:38. കൊടുക്കുക കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങളുടെ മടിയിലിട്ട് തരും. മലാക്കി പ്രവാചന പുസ്തകത്തിൽ അതിനെക്കുറിച്ചുള്ള ഫൈനൽ വെളിപ്പെടുത്തൽ നമ്മൾ കാണുന്നുണ്ട്. മലാക്കി പ്രവാചന പുസ്തകം 3-ാം അധ്യായം 8 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. അവിടെ കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്? മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങേ കൊള്ള ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുന്നു. ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അഭിശപ്തരാണ്. വേറൊരു വാക്കി പറഞ്ഞാൽ ദശാംശം കൊടുക്കാത്ത സ്ഥാപനങ്ങളും വ്യക്തികളും കുടുംബങ്ങളും ശപിക്കപ്പെട്ട കുടുംബങ്ങളാണ്, ശപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ്, ശപിക്കപ്പെട്ട ഇടങ്ങളാണ്. സെഗ്യോൻ ധ്യാനകേന്ദ്രം ദശാംശം കൊടുത്തില്ലെങ്കിൽ സെഗ്യോൻ ധ്യാനകേന്ദ്രം ശപിക്കപ്പെട്ട ഒരു ഇടമാണ്. ഇതെനിക്ക് മനസ്സിലായ അന്ന് തൊട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വേഗം അത് കൊടുത്തു തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബം ശപിക്കപ്പെട്ടതാണോ അല്ലയോ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇത്രയും കാലം കർത്താവ് ഓരോ കാര്യങ്ങൾ തന്നു, അതിലേക്ക് ദശാംശം കൊടുത്തോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ സാമ്പത്തികമായി ഞെരുങ്ങുന്നതും എത്ര പൈസ കിട്ടിയാലും 5 പൈസയുടെ മേൽഗതിയില്ലാതെ നരകിക്കുന്നതിൻ്റെയും ഒരു കാരണം സമ്പത്ത് കൊണ്ട് അവർ ദൈവത്തെ ബഹുമാനിച്ചില്ല എന്നുള്ളതാണ്. ഹഗ്ഗായി പ്രവാചന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു പ്രതിപാദനം കാണാൻ സാധിക്കും. ഹഗ്ഗായി പ്രവാചന പുസ്തകം 1-ാം അധ്യായം അതിൽ 6 മുതലുള്ള തിരുലിഖിതങ്ങൾ. ഹഗ്ഗായി 1-ാം അധ്യായം 6 മുതലുള്ള തിരുലിഖിതങ്ങൾ. അവിടെ കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, തന്റെ സമ്പത്ത് കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കാത്ത ഒരു ജനതതി ആ നാട്ടിൽ വളർന്നു വന്നു. സമ്പത്ത് കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് അവർക്ക് ആരും പറഞ്ഞു കൊടുത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ജനതതി അവിടെ ഉണ്ടായി. അങ്ങനെയുള്ള ജനതതി ഉണ്ടായപ്പോൾ ഹഗ്ഗായി പ്രവാചകൻ വന്നിട്ട് ആ ജനത്തിന്റെ ദുസ്ഥിതി വിവരിക്കുന്നുണ്ട്. ഇതാണ് ഹഗ്ഗായിയുടെ പുസ്തകം 1-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ സ്ഥിതിയെ പറ്റി നിങ്ങൾ ചിന്തിക്കുവീൻ. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ച് മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. കൂലി ലഭിക്കുന്നവന് അത് ഓട്ടസഞ്ചിയിൽ ഇടാൻ വേണ്ടി മാത്രം. ഭക്ഷിക്കുന്നു, തൃപ്തി വരുന്നില്ല. പാനം ചെയ്യുന്നു, ദാഹം മാറുന്നില്ല. വസ്ത്രം ധരിക്കുന്നു, കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ഓട്ടസഞ്ചിയിൽ ഇടാൻ വേണ്ടി മാത്രം. ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് മറ്റൊരു വെളിപ്പെടുത്തൽ നമ്മൾ കാണുന്നുണ്ട്. 20 അളവ് ധാന്യം കൂട്ടിയിരുന്നിടത്ത് ചെല്ലുമ്പോൾ 10 അളവേ കാണാനുള്ളൂ. 50 അളവ് വീഞ്ഞ് കോരിയെടുക്കാൻ ചെന്നപ്പോൾ ചക്കിൽ 20 അളവേ കാണാനുള്ളൂ. നിങ്ങളുടെ എല്ലാ അധ്വാന ഫലങ്ങളും ഉഷ്ണക്കാറ്റും വിഷമഞ്ഞും കന്മഴയും തകർത്തു കളയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കുറെ അധ്വാനിക്കുന്നു, പക്ഷേ വീട്ടിലൊരു നീക്കമാക്കി കാണുന്നില്ല. നമ്മൾ കുറെ ചത്തു പണിയെടുക്കുന്നു, പക്ഷേ ഒരു മേൽഗതി ഉണ്ടാകുന്നില്ല. പൈസ കുറെ വീട്ടിൽ വരുന്നുണ്ട്, 5 പൈസയുടെ ഗുണം കുടുംബത്തിനുണ്ടാകുന്നില്ല. എന്നും കടം വാങ്ങണം. എന്ത് കാര്യം നടക്കണമെങ്കിലും എപ്പോഴും ദാരിദ്ര്യം, എപ്പോഴും ഞെരുക്കം, എപ്പോഴും കടം. അങ്ങനത്തെ ഒരു സ്ഥിതിയാണോ നിങ്ങളുടെ കുടുംബത്തിൽ? എങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ എത്രമാത്രം ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. ഈ സെഗ്യോൻ ധ്യാനകേന്ദ്രത്തിന്റെ ആദ്യകാലങ്ങളിൽ അഭിഷേകമില്ലാതെ ഞെരുങ്ങുന്നൊരു കാലമായിരുന്നു. ഒരു 10-30 പേര് ആ താവളം പള്ളിയിൽ ഒരു വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് വരുന്നത് 30 പേര്, മാക്സിമം 35. ഞാൻ ചത്ത് പണിയെടുത്തിട്ടുണ്ട് ഒരു 100, 200, 500 പേരൊക്കെ ഒന്ന് വന്ന് കാണാൻ വേണ്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ്. അന്നാണ് ദശാംശത്തെ കുറിച്ച് ബോധ്യം കിട്ടിയത്. ദശാംശം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ സംഭവിച്ച കാര്യം എന്താണ്? ശുശ്രൂഷാഭിഷേകം അത് അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. നമ്മുടെ ആത്മീയ അഭിവൃദ്ധി ദശാംശത്തോട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്.
പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെന്ന് ഇതൊന്നും ചെയ്യാതെ നേരെ ചെന്ന് പ്രാർത്ഥിച്ചാൽ ഉടനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഉറഞ്ഞു തുള്ളുന്ന് ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിന് വ്യക്തമായ അടിത്തറ ബൈബിൾ തന്നിട്ടുണ്ട്. ആ അടിത്തറ ഇപ്പോ ഉണ്ടോ? ആ അടിത്തറ ബലിഷ്ഠമാണോ? ആ അടിത്തറ ബലിഷ്ഠമാക്കണം. ആത്മീയ അഭിഷേകത്തിന്റെ അണപൊട്ടി ഒഴുകാൻ, ഉറവ പൊട്ടി ഒഴുകാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന സമസ്ത കാര്യത്തിന്റെയും ദശാംശം കൊടുക്കണം. ഹല്ലേലൂയ. ഭൗതിക സമൃദ്ധിയും ആത്മീയ സമൃദ്ധിയും ദശാംശത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷങ്ങളിൽ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ ഒരു ശപിക്കപ്പെട്ട ഒരു അന്തരീക്ഷമായിരിക്കും ജീവിതത്തിൽ ഉള്ളത്. കാരണം നമ്മുടെ അപ്പന്മാര്, നമ്മുടെ അമ്മമാര് ദൈവത്തിന് ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല എന്നൊരു അന്തരീക്ഷമാണെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നിസ്സാര കാര്യമായിട്ട് ഇതിനെ കണക്കാക്കരുത്. കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധിയായിട്ടുള്ളൊരു പാപത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ചിലർക്കൊരു ധാരണയുണ്ട് കൊലപാതകവും വ്യഭിചാരം മാത്രമേ പാപമുള്ളൂ. തെറ്റായ ബോധ്യമാണത്, പൊട്ടച്ചിന്തയാണത്. എഴുതപ്പെട്ട ഓരോ വചനങ്ങൾ ലംഘിക്കുമ്പോൾ അതിൻ്റെതായ ദൗർബല്യം, അതിൻ്റെതായ ബലഹീനത കുടുംബത്തിൽ ഉണ്ടാവും, അതിൻ്റെതായ കേട് കുടുംബത്തിനെ ബാധിക്കും. ഈ സമയത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ കുടുംബത്തിനൊരു വ്യക്തമായ അടിത്തറയിടാൻ എനിക്ക് മാത്രമല്ല എൻ്റെ മക്കളെ ഇത് പഠിപ്പിക്കാൻ അനുഗ്രഹിക്കണം കർത്താവേ. ദശാംശത്തെക്കുറിച്ചുള്ള ബോധ്യം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണം. അത് കൊടുക്കുന്നതിൽ ആനന്ദിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ എൻ്റെ ആത്മീയ മേഖലകൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. ഒരുപാട് തിന്മ, പ്രത്യേകിച്ച് ജഡിക പാപങ്ങൾ, അതുപോലെ ഈ ഒന്നാം പ്രമാണ ലംഘനങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമാണ് ദശാംശം. അതൊക്കെ കൊടുക്കാതിരുന്നാൽ ദുർബുദ്ധി, ദുർമരണം, അപകട മരണം, ഓരോ തരത്തിലുള്ള ഒന്നാം പ്രമാണ ലംഘനം, ആറാം പ്രമാണ ലംഘനം, ഇതൊക്കെ ഒഴിഞ്ഞിട്ട് നേരെ ഉണ്ടായില്ല. വിശുദ്ധിയും പ്രാർത്ഥനയും ദൈവചിന്തയും അത് ദൈവം തരുന്ന നൈസർഗികമായ ദാനങ്ങളാണ്. ഇതെല്ലാം തളം കെട്ടി നിൽക്കുന്ന ഒരു പൂഞ്ചോലയായി, ഒരു നല്ലൊരു താഴ്വാരമായി നിങ്ങളുടെ കുടുംബം മാറണമെങ്കിൽ നമ്മൾ കുറേ ഉപവാസം എടുത്ത് മാത്രം വിചാരിച്ചിട്ട് മാത്രം കാര്യമില്ല. അതിന് വചനപരമായ ഒരു ബേസ്മെന്റ് ഉണ്ടാകണം. അതിലൊന്നാണ് ദശാംശം. അത് നിസ്സാരമായ കാര്യമല്ല. ദശാംശം കൊടുക്കുന്ന ജനതകൾ നോക്കുക, അവരൊക്കെ എത്രയോ അനുഗ്രഹത്തിലേക്കാണ് ഉയരുന്നത്. ദശാംശം കൊടുക്കാത്ത കുടുംബങ്ങളെ നോക്കുക, മുരടിച്ച് കിടക്കുന്ന സാഹചര്യം ഞാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കഴിഞ്ഞ ഇതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ഓരോ ഇടവകളുടെയും ഓരോ കുടുംബങ്ങളുടെയും വംശങ്ങളുടെയും അനുഭവം നോക്കിയിട്ട് ഞാൻ പറയണതാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ സ്വന്തം കുടുംബത്തിൽ തന്നെ എനിക്ക് കുറേ ചേട്ടന്മാരും അനിയന്മാരൊക്കെ ഉണ്ട്. അവരുടെ തന്നെ സ്വഭാവം നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റും, ദശാംശം കൊടുക്കുന്നവരെ കർത്താവ് അടിക്കടി അഭിഷേകം ചെയ്യുന്നു. ഈ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് ദുഷിച്ച് കാണുന്ന ചേട്ടന്മാർ എനിക്ക് തന്നെയുണ്ട്. അവർ ചിന്തിക്കുന്നത് പള്ളിക്ക് പണം ഉണ്ടാകാൻ വേണ്ടിയാണ്, പള്ളിക്ക് ഇത് കൊടുത്താൽ അവരിത് കൊണ്ട് എന്താ ചെയ്യണത്, വലിയ കെട്ടിടങ്ങൾ കെട്ടുകയല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ചില ചിന്തകൾ ചിലരെ ഗ്രസിച്ച് ദശാംശം കൊടുക്കുന്നത് തടസ്സപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗാന്ധിപുരത്തെ ചേട്ടനിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. ആ ചേട്ടനിൽ ഞാൻ പഠിച്ച കാര്യം ഇങ്ങനെയാണ്, ദശാംശം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി. കൊടുത്താൽ ഒരു നോട്ട് കൊടുക്കുമ്പോൾ ഒരു കെട്ടും കൊണ്ട് കിട്ടാവുന്ന വിധം ദൈവത്തിന്റെ ബ്ലെസ്സിങ് നമ്മുടെ കുടുംബത്തിലേക്ക് വരും. ദശാംശം കൊടുത്തത് കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു നമ്മൾ ചിന്തിക്കാൻ പോകണ്ട, അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഇതും കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവരാജ്യ വേല ചെയ്യുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. അത് അവർ ശരിക്കും മെനക്കും ചെയ്തില്ലെങ്കിൽ അതിനുള്ള നല്ല പ്രഹരം അവർക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഡ്യൂട്ടി ഇതെല്ലാം നോക്കി കീട്ടിക്കൊഴിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ഡ്യൂട്ടി പെട്ടെന്ന് കൊടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. വേഗം കൊടുത്തു ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇന്ന് ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ദശാംശം കൊടുത്തുകൊണ്ട് അടിത്തറയുള്ളൊരു ജീവിതത്തിനും ഒരു കുടുംബത്തിനും തുടക്കമിടാൻ എന്നെ അനുഗ്രഹിക്കണം. അതൊരു നിസ്സാര കാര്യമല്ല. അതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ആ കുടുംബം അഭിശപ്തരാണ് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ആ കാര്യത്തിൽ സമ്പത്ത് കൊണ്ട് കർത്താവിനെ ബഹുമാനിച്ചാൽ അവന്റെ ധാന്യപ്പുര നിറഞ്ഞു കവിയുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അത് സംഭവിക്കും. എൻ്റെ അനുഭവത്തിൽ നിന്ന് 100% സത്യമാണ്. ഈ കാര്യം പറഞ്ഞു കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന കുടുംബങ്ങളുടെ അനുഭവത്തിൽ നിന്ന് അത് 100% സത്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവായ യേശുവേ, ആത്മീയ കാര്യങ്ങളെ
ശരിയായ വിധം ഗ്രഹിച്ച് ജീവിതത്തിന് അടിത്തറയിടാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ അഭിഷേകം ചെയ്യണമേ. യേശുവേ, അവിടുത്തെ അരൂപിയെ ഞങ്ങളുടെ മേൽ അയക്കണമേ. അവിടുത്തെ അരൂപിയെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങൾ നവീകരിക്കപ്പെടട്ടെ. ഭൂമുഖം പ്രകാശിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ബോധങ്ങളെ പ്രകാശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങളെ പ്രകാശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജീവിത പങ്കാളിയെയും മക്കളുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കണം. നമ്മുടെ ബോധത്തെ പ്രകാശിപ്പിക്കണം. പരിശുദ്ധാത്മാവാണ് ശരി ഏത് തെറ്റേതെന്ന് വിവേചിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ദശാംശത്തെ കുറിച്ച് ബോധ്യം നൽകി ദൈവവചനം പറഞ്ഞിരിക്കുന്ന പ്രകാരം ദശാംശം കൊടുത്ത് കുടുംബം വിടുതലാക്കി, കുടുംബത്തിന്റെ കെട്ടുകൾ അഴിച്ച്, കുടുംബത്തിൽ പ്രകാശം നിറയുന്ന, സ്വാതന്ത്ര്യം നിറയുന്ന, സമൃദ്ധി നിറയുന്ന, ആത്മീയ അഭിഷേകം നിറയുന്ന ഒരു സാഹചര്യം കുടുംബത്തിനുണ്ടാകാൻ ദശാംശത്തെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യം, വ്യക്തമായൊരു തിരിച്ചറിവ്, ഒരു കാഴ്ചപ്പാട് പരിശുദ്ധാത്മാവെ നൽകണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുകയാണ്. എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുക. കുറച്ചും കൂടെ ഉറക്കെ വിളിക്കുക. കുറച്ചും കൂടെ ദാഹത്തോടെ വിളിക്കുക. ആത്മാവാണ് ബോധ്യം തരേണ്ടത്. ഓരോന്നിനും ഗൗരവം മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഉറക്കെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. ദാഹിച്ച് വിളിക്കുന്നു. മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന്, സ്വരമുയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ചങ്ക് പൊട്ടി വിളിക്കുന്നു. എല്ലാ ദൈവമക്കളും ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക, ഉറക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, മഹത്വപൂർണനായി വ്യാപരിക്കണമേ, വ്യാപരിക്കണമേ. ഞങ്ങളുടെ പ്രത്യേക പിതാക്കന്മാരായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, വിശുദ്ധ തോമസ് ശ്ലീഹായേ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ സെബസ്ത്യാനോസേ, വിശുദ്ധ ഗീവർഗീസേ, വിശുദ്ധ അന്തോനീസേ, വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, ഇന്ന് ഈ അൾത്താരയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ
വിശുദ്ധരെ വിശുദ്ധകളെ വിശുദ്ധരെ വിശുദ്ധകളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, വിശുദ്ധ അൽഫോൻസാമേ, വിശുദ്ധ പാദ്രെ പിയോ, വിശുദ്ധ പാദ്രെ പിയോ, വിശുദ്ധ ജോൺ മരിയ വിയാനി, വിശുദ്ധ ജോൺ മരിയ വിയാനി, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കാവൽ ദൂതഗണങ്ങളെ, ഞങ്ങളുടെ കാവൽ ദൂതഗണങ്ങളെ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മുഖ്യ ദൂതന്മാരായ വിശുദ്ധ മിഖായേൽ, വിശുദ്ധ മിഖായേൽ, വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ റഫായേൽ, വിശുദ്ധ റഫായേൽ ഊരിയ വാളുമായി അനേക വ്യൂഹമാലാകമാരോട് കൂടെ ഈ സമൂഹത്തിന് ചുറ്റിലും അണിനിരക്കണമേ. ഈ സമൂഹത്തിന് ചുറ്റിലും അണിനിരക്കണമേ. ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന എല്ലാ ദുർബാധകളെയും ദുർശക്തികളെയും അന്ധകാര പീഡകളെയും ആട്ടിപ്പായിച്ച് നിത്യപാതാളത്തിൽ ബന്ധിക്കണമേ. അവ ഇനി ഒരിക്കലും മടങ്ങി വരാതിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ തിരു രക്തത്തിന്റെ ശക്തിയാൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. രോഗങ്ങളുടെയും മടുപ്പിന്റെയും മന്ദതയുടെയും ക്ഷീണത്തിന്റെയും എതിർപ്പിന്റെയും അന്ധകാര പീഡകൾ വിട്ടുമാറിപ്പോകട്ടെ. ജോലി തടസ്സം, വിവാഹ തടസ്സം, വസ്തു വിൽപ്പനയ്ക്കും ഭവന നിർമ്മാണത്തിനും വസ്തു വാങ്ങുന്നതിനും അനുഭവപ്പെടുന്ന തടസ്സങ്ങൾ, വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, മക്കളുണ്ടാകാൻ തടസ്സം അനുഭവപ്പെടുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്ന് മക്കളുണ്ടാകാനുള്ള തടസ്സങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. മദ്യപാനത്തിന്റെയും ചീട്ടുകളിയുടെയും ലൈംഗിക അരാജകത്വത്തിന്റെയും വെറുപ്പിന്റെയും കലഹത്തിന്റെയും പ്രതികാരത്തിന്റെയും കഠിന ബന്ധനങ്ങളിരിക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്ന് അന്ധകാര ചങ്ങലകൾ വിട്ടുപോകട്ടെ. അന്ധകാര കോട്ടകൾ തകർന്നു വീഴട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടബാധ്യതയുടെയും കുടുംബ തകർച്ചയുടെയും തഴക്ക ദോഷങ്ങളുടെയും കഠിന ഹൃദയത്തിന്റെയും മേഖലകളിൽ സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും യേശുവിന്റെ നാമമായി ചങ്ങലകൾ അഴിച്ച് ഇപ്പോൾ വിടുവിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കട്ടെ. ഓരോ കുടുംബങ്ങളിൽ അനുഭവപ്പെടുന്ന എല്ലാ തടസ്സങ്ങളിലേക്കും, ഓരോ കുടുംബങ്ങൾ അനുഭവപ്പെടുന്ന എല്ലാ അന്ധകാര പീഡകളിലേക്കും, പകർച്ചവ്യാധികളിലേക്കും, രോഗങ്ങളിലേക്കും, അപകടങ്ങളിലേക്കും യേശുവിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഉറക്കെ വിളിക്കുന്നു, യേശുവേ. തിരുസഭയ്ക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് അന്ധകാര കെട്ടുകൾ അഴിക്കുന്നു. തിന്മയും ആധിപത്യങ്ങളും തകരട്ടെ. ദുർഘടകൾ വിട്ടുമാറിപ്പോകട്ടെ. Now
രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമത്തെ വിളിക്കുന്നു. ദിവ്യകാരുണ്യ ആശീർവാദം നൽകി അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളെ ബന്ധിച്ചു കെട്ടുന്നു. ദുഷ്ടപിശാചേ, കുടുംബങ്ങളുടെ മേൽ ശിഥിലീകരണം കൊണ്ടുവരുന്ന തകർച്ചയുടെ ശക്തികളെ, സാമ്പത്തിക മേഖലയിൽ അനുഭവപ്പെടുന്ന ഓരോ പരാജയത്തിന്റെ അരുവികളെ നസ്രായനായ യേശുവിന്റെ നാമത്തെ വെച്ച് ബന്ധിക്കുന്നു. നിത്യനരകം നാട്ടിപ്പായിക്കുന്നു. തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. വംശങ്ങൾ, ദേശങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. പകർച്ചവ്യാധികൾ കുടുംബങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകട്ടെ. മദ്യവും തിന്മകളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.